ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകണ്. അങ്ങനെ സണ്ണി വീഡിയോ ഒക്കെ വന്ന് പോയി. ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ വീട് ആകെ ഒരു ശൂന്യതയായിരുന്നു. ആകെ എന്താ പറയുക, ആ കളിയും ചിരിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സൈലൻ്റായി. പിന്നെ ഞങ്ങൾ 3 പേരും മാത്രമായി. അങ്ങനെ പിന്നെ അടുത്ത വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജുവിൻ്റെ റിസൾട്ട് അറിഞ്ഞു. അഞ്ജു 10th കടന്നു. അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ചൊവ്വാഴ്ച തൊട്ട് അഞ്ജുവിന് ക്ലാസ് തുടങ്ങും. അപ്പോൾ അഞ്ജുവിന് വേണ്ടിയുള്ള തിരിയൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനും ഒക്കെ പോകണം നമുക്ക്. അപ്പോൾ കുർബാനയ്ക്കൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോഴേക്കൂടെ കടയൊക്കെ തുറക്കുള്ളൂ. പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ സൺഡേയിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇപ്രാവശ്യം ഞങ്ങളുടെ മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും മാങ്ങയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. പക്ഷെ കുരങ്ങ് എന്തോരം തരുമെന്നറിയില്ല. നല്ലപോലെ മൂത്തിട്ടുണ്ട്. നല്ല ആകാശം. അങ്ങനെ ഞങ്ങൾ പോകുന്നതാ ടോൾ പ്ലാസയുടെ അടുത്തെത്തി. നമുക്കിവിടെ ടോൾ കൊടുക്കേണ്ട സ്ഥലത്ത്, പക്ഷെ നമുക്ക് കൊടുക്കണ്ട കേട്ടോ. ഞങ്ങൾ ബസ്സുകാർക്ക് കൊടുക്കണ്ട അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടോളൊന്നും കൊടുക്കണ്ട. പക്ഷെ വേഗത്തിലൊന്നും കൂടെ പോയി കിടന്നാൽ മതിയായിരുന്നു. കാരണം കുർബാനയ്ക്ക് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വഴി മാറ്റി പിടിക്കണോ? അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കടന്നു വന്നു. ഇപ്പം രാവിലെയൊക്കെ ഇതേപോലത്തെ ഉണ്ടാവും. നല്ല കാലാവസ്ഥ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല സൂപ്പർ വെയിലാവണ്. വെയിലും ചൂടങ്ങനെ അധികമായിട്ടില്ല. ഇപ്പം ചൂടൊക്കെ ഇപ്പം സഹിക്കാവുന്ന ചൂടാണ്. പക്ഷെ നല്ല വെയിലാവണമെന്നുണ്ട്. ഇനി കാലാവസ്ഥ മാറി മാറി ചൂടിലേക്ക് കടക്കും. നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്യാനൊന്നും ഇപ്പം മനസ്സ് സമ്മതിക്കുന്നില്ല. ഭയങ്കര ചാർജ് ഫ്ലൈറ്റിനൊക്കെ. ഞങ്ങളിങ്ങനെ കുറയോ ഇല്ലയെന്നൊക്കെ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രെയിന് പോകണോ ഫ്ലൈറ്റിന് പോകണോ എന്നൊന്നും തീരുമാനമായില്ല. അങ്ങനെ ഞങ്ങളുടെ കുർബാനയൊക്കെ കഴിഞ്ഞു. കുർബാന കഴിഞ്ഞപ്പോൾ പള്ളിയിൽ വരുന്ന ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചെറുതായിട്ട് പാട്ടൊക്കെ പാടിയൊന്ന് വിഷ് ചെയ്തു. ഞങ്ങളുടെ ഇവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ നാട്ടിലെ പള്ളിയുടെ അത്രയും വലിയ പള്ളിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരും മെമ്പേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചായയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാ സൺഡേയിലും മാത്രമല്ല, കുർബാനയുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് കുർബാന കഴിയുമ്പോൾ ചായ തരാറുണ്ട്. അതുപോലെ തന്നെ ബിസ്ക്കറ്റും കിട്ടാറുണ്ട്. ഇന്ന് ബർത്ത്ഡേ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ബർത്ത്ഡേ കൊച്ചിന്റെ ടോഫിയും അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ കേക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് കേക്കൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത് എല്ലാവരും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോണ്. വെയിലൊക്കെ ആയി തുടങ്ങി. കാലത്ത് പോയ അവസ്ഥയല്ല കേട്ടോ. ഇപ്പൊ നല്ല വെയിലൊക്കെ തെളിഞ്ഞു. ഞങ്ങളങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡും ബുൾസായി ആണ് ഉണ്ടാക്കിയേക്കണേ. എഗ്ഗ് ബുൾസായി. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കിനി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകാനായിട്ട്. കഴിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ഇനി ഇറങ്ങണം ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ ഒരൈറ്റം കൂടെ ഞങ്ങളെ കാണിച്ചു തരാം. ഇത് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഇത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയായിരുന്നു. ഇത് ഞങ്ങളുടെ സ്കൂളിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചർ കൊണ്ടുവന്നതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ്. പെയിൻ സാരി ഉണ്ടോ? പെയിൻ സാരി
അപ്പോൾ ഇതിന്റെ അരിയൊക്കെ ഒന്ന് ഇവിടേക്ക് ഒന്ന് പീക്കോ ചെയ്യാനായിട്ട് എന്താ പറയാ ലോക്ക് ചെയ്യാനായിട്ട് കൊടുക്കണം. പിന്നെ ഇതിന് പറ്റിയ ഒരു ബ്ലൗസ് പീസ് വാങ്ങിക്കണം. പ്രിന്റഡ് ബ്ലൗസ് എടുക്കാന്ന് വിചാരിക്കുന്നത്. പ്രിന്റഡ് ബ്ലൗസിന്റെ തുണി എടുത്ത് തയ്പ്പിക്കാൻ കൊടുക്കണം. കാരണം ഇത് പ്ലെയിൻ സാരി ഉള്ളോ. അപ്പോൾ കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടിയാൽ ഷോപ്പിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ്. സാരി ഇഷ്ടമായോ? അപ്പോൾ ആഷ്ന ടീച്ചറാട്ടോ ഈ സാരി തന്നത്. അപ്പോൾ ആഷ്ന ടീച്ചർക്ക് താങ്ക് യു. എനിക്ക് നല്ല ഇഷ്ടമായി, ഇഷ്ടപ്പെട്ട കളർ പ്ലെയിൻ സാരി. ഞങ്ങളിപ്പോൾ ഇതാ ഇനി ഫസ്റ്റ് പോകുന്നത് അഞ്ജുനുള്ള ബാഗ് വാങ്ങിക്കാനാണ്. ബാഗ് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചേട്ടനോട് അടുത്തുള്ളൊരു ATM പോയിട്ടുണ്ട്. പിന്നെ നാളെ അഞ്ജുൻ്റെ ബുക്സൊക്കെ കിട്ടും. ബുക്സൊക്കെ വാങ്ങിക്കണം. അപ്പോൾ നമുക്കവിടെ ക്യാഷ് കൊടുക്കണം. അതുകൊണ്ടാണ് ATM പോയേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവിടെയും ഗൂഗിൾ പേയും കാർഡ് കാര്യങ്ങളൊക്കെയാണല്ലോ. പിന്നെ ഇതാ അഞ്ജു ബാക്ക് സീറ്റിലുണ്ട്. അഞ്ജു ബോട്ടിൽ വാങ്ങിക്കണം, അഞ്ജുന് ബാഗ് വാങ്ങിക്കണം, പിന്നെന്താ പിന്നെ പേന പെൻസിൽ കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോകും. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഉച്ചക്കാലത്തേക്ക് ഞാൻ റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറി ഇരിപ്പുണ്ട്, ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതെന്നെ കൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. എല്ലാം കഴിഞ്ഞൊക്കെ പോകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒത്തിരി ലേറ്റാവും. ഇനി കടയിൽ പോയി വന്നിട്ട് വേണം ലഞ്ചൊക്കെ കഴിഞ്ഞ് എൻ്റെ വല്ല എഡിറ്റിംഗ് വർക്കിലേക്കൊക്കെ കടക്കാനായിട്ട്. ചേട്ടൻ പോയി ഇതാ എത്തിയിട്ടുണ്ട്. ക്യാഷ് കിട്ടിയോ? ക്യാഷ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ഥലം വിടാം ഇനി വേഗം. ഫ്രൂട്ട്സൊക്കെ ഇതാ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. സമ്മർ സീസണിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതേ കപ്പങ്ങ, അതുപോലെ നമ്മുടെ വാട്ടർമെലൺ, അങ്ങനെ ഓറഞ്ച്, എല്ലാ ഫ്രൂട്ട്സും ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ബാഗൊക്കെ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതാ ഇവിടെ സ്റ്റേഷനറി ഷോപ്പിലേക്ക് വന്നേക്കണേ ഞങ്ങൾ. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അഞ്ചിന് പേന പെൻസിൽ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് പോകണം. അങ്ങനെ അഞ്ജുവിന് വേണ്ട ഐറ്റംസ് ഒക്കെ അഞ്ജു വാങ്ങിച്ചിട്ടുണ്ട്. 2 ഇറേസർ എടുത്തിട്ടുണ്ട്, ഷാർപ്പനർ എടുത്തിട്ടുണ്ട്, ലീഡ് പെൻസില്, പിന്നെ ഇവിടെ 2-3 ജെൽ പെൻസ് എടുത്തിട്ടുണ്ട്, 2-3 ബോൾ പെൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഒരെണ്ണെടുത്തത്. അപ്പം അങ്ങനെ വാങ്ങേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഇതാ വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ടതൊക്കെ വാങ്ങി. ഇനി ബാഗ് വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പോൾ അത് നമുക്ക് മെയിൻ ടൗണിലുള്ള ഒരു ഷോപ്പിൽ വേണം പോകണമെങ്കിൽ. നല്ല വെയിലൊക്കെ ആയി. ഇന്ന് രാവിലെ വലിയ തിരക്ക് കാണുന്നില്ല. നമ്മളിപ്പോൾ അങ്ങനെ സ്കൂൾ ബാഗ് വാങ്ങിക്കാൻ നോക്കാൻ വേണ്ടി വന്നിരിക്കുക ഈ ഷോപ്പിലേക്ക്. ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ നോക്കി ചേട്ടൻ പറയാമെന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം അഞ്ചു ഇങ്ങനെ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇങ്ങനെ ബാഗ് ഓരോന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ 5 ബാഗ് സെലക്ട് ചെയ്തു. 5 മെറൂണാണ് സെലക്ട് ചെയ്തേക്കണേ. ഇഷ്ടായോ ബാഗ്? ഇതാണോ തീരുമാനിച്ചോ? അതെ, സ്റ്റുഡന്റ് ആയിട്ടൊന്ന് പോയി നോക്കട്ടെ. കുഴപ്പമില്ല, നല്ലതാ. ഇത്രയും കൂടെ അതിന്റെ അത് ഇറക്കി ഇടണം, കുറച്ചും കൂടെ മുകളിലേക്ക് കയറി കിടക്കണം. ഈ ബാഗ് വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ അതുകൊണ്ട് കവറിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അപ്പൊ അങ്ങനെ ബാഗ് സെലക്ഷൻ കഴിഞ്ഞു. ഇനി ബോട്ടിൽ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോകണം. ബോട്ടിൽ ഇതേ ഷോപ്പിൽ തന്നെ നമുക്ക് താഴെ കിട്ടും. ഇവിടെ നല്ല അടിപൊളി ബാഗുകളുണ്ട് കേട്ടോ. ലേഡീസിന് പറ്റിയ ബാഗുകളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളി ബാഗ് ഉണ്ട്. അതിന് ഇത്തിരി വലിപ്പം കൂടുതലൊന്നും എന്നുള്ളത്. ഇത്തിരി വലുത്, എനിക്ക് അത്ര വലുത് വേണ്ട. അതിന്റെ ചെറുതുണ്ടായിരുന്നു, ഞാൻ എടുത്തായിരുന്നു തന്നെ. പക്ഷെ നല്ല ബാഗ് കേട്ടോ. വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റിയ ബാഗ് കേട്ടോ. നല്ല ബാഗ്, മാർക്കറ്റിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ല ബാഗ്. 665 നല്ല ബാഗ് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഞങ്ങൾ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകാനായിട്ട് എടുക്കാൻ പോകേണ്ടത്. വേറെ കളർ ചേഞ്ചുകൾ ഉണ്ട് കേട്ടോ. അതും നല്ലതാണ്. ഡാർക്ക് ബ്ലൂ, ബ്ലാക്ക്. പക്ഷെ ഭംഗി കൂടുതലത് അല്ലേ? ചേട്ടന് ഇഷ്ടമായതാ. നമുക്ക് അതെടുക്കാം. അത് ഞങ്ങൾ മാർക്കറ്റിലേക്കായിട്ട് വെച്ചു. അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പറ്റിയ ബാഗാണ്. ഇനി അപ്പോൾ അതേ ആ ചേട്ടൻ തന്നെ ഹാൻഡ് ബാഗ് കാണിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹാൻഡ് ബാഗൊക്കെ ഉണ്ട്. എന്നാലും ഇതിന്റെ ചെറുത് കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതേ ചെറുത് കാണിക്കാനായിട്ട് കൊണ്ടുപോകാം. ചേട്ടൻ്റെ നല്ല അടിപൊളി ബാഗുകൾ കാണിക്കുന്നുണ്ട് ഇവിടെ. ഇത് അഞ്ചുവിന് വേണ്ടി പറഞ്ഞു നോക്കുന്നു.
യൂസ് ചെയ്യണമെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ബസ്സിലുള്ള ഒരു നല്ല ഷോപ്പാണത്. ബാഗ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകൾ ഇവിടെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഷോപ്പിലേക്ക് വന്നേക്കണം. ഈ ഷോപ്പിന്റെ പേര് കമല ലെതർ. ഉണ്ടോ വെള്ളം ബോട്ടിൽ വെക്കാൻ ഇങ്ങനെ നല്ല ബാഗ് കേട്ടോ. സൈഡിൽ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ ബോട്ടിൽ വെക്കാം. പിന്നെ ഇതിന് കവറുണ്ട്. പിന്നെ പോക്കറ്റുകളുണ്ട് രണ്ട് സൈഡിലും. റേറ്റ് 720. ഇതിന്റെ പിന്നെയുള്ള കളർ ഗ്രീനാണ്. 2 കളറുള്ളൂ. സ്പേസും ഉണ്ട് നന്നായിട്ട്. ഞാൻ പ്ലാൻ മാറ്റി, കാരണം ഇതിനകത്ത് വാട്ടർ ബോട്ടിൽ കൊള്ളില്ല. അപ്പൊ വാട്ടർ ബോട്ടിലും കൂടെ കൊള്ളാവുന്ന രീതിയിലത്തെ വേണമായിരുന്നു. ചെറിയ ബോട്ടിൽ പുറത്തൊക്കെ പോകുന്നു. ഇതിനടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള വേണം. നല്ല കുഴിക്കയില് കണ്ടാണ്. Kids and didn't care if we were acting stupid, 'cause all we had was us. ഇതിന്റെ റേറ്റ് 1110. 1200 സംതിങ് ആണ്. നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് 1110. ഇത് 1080. ഇത് സെല്ലോ, ഇത് മിൽട്ടൺ. 24 hours ഹോട്ടും കോൾഡായിട്ടൊക്കെ ഇരുന്നു. കണ്ടാക്കിൻ്റെ സെലക്ഷൻ കഴിഞ്ഞു. 5 ഇടത്തേക്ക് പോകാം. ഞാൻ എനിക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ഞാൻ സെലക്ട് ചെയ്തു ഈ വാട്ടർ ബോട്ടിൽ 1 ലിറ്ററിൻ്റെ 1150. 1280 ഇതിൻ്റെ റേറ്റ്. അവർ ഡിസ്കൗണ്ട് ചെയ്ത് 1150 തരാമെന്ന്. നല്ല ബോട്ടിലല്ല, ഇഷ്ടമായില്ലേ? ഇത് ഞാൻ ബാഗിൻ്റെ ഉള്ളിലിങ്ങനെ വെച്ച് നോക്കിയിട്ടോ അവർ പറഞ്ഞ പോലെ അതിങ്ങനെ ഇടാം. നമുക്കങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ബാഗ് വെച്ചിട്ട് ബോട്ടിൽ വെച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ചെറിയ ബാഗ്, നല്ല സ്പേസ്, നല്ലതാണ്. പിന്നെ ടിഫിൻ മാത്രമല്ല വെക്കാനുള്ളൂ. ചേട്ടനും കൊണ്ടുപോകണ്ട സ്കൂളിലേക്ക്. ചേട്ടന് വേണ്ടി വരണം നോക്കാൻ. ഗ്രൗണ്ടിലേക്ക് നിൽക്കുന്നല്ലേ എപ്പോഴും. ഈ ചൂടുകാലം വരാൻ പോണത്. ചേട്ടൻ സ്പോർട്സ് ആർ കേട്ടോ. അപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ ആവശ്യം ചേട്ടനാണ്. ഇത് വലിയതാ, 1.5 ലിറ്ററിൻ്റെ. ഭയങ്കര വലിയതാണ്. അപ്പം ചേട്ടൻ 1 ലിറ്ററിൻ്റെ തന്നെ എടുത്താൽ മതി. കുറേ വലിയതല്ലേ? ഇത്രയും വലുത് വേണോ? ബാഗിനകത്ത് ഇരുന്നോളൂ. ഉണ്ടാക്കും. സെല്ലോയുടെ 1935. നല്ല വലിയ ബോട്ടിൽ. ചേട്ടൻ്റെ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. 24 hours ഹോട്ട് കോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പക്ഷെ ഇത് നമുക്കിങ്ങനെ വെള്ളം കുടിക്കാൻ ഇങ്ങനെ കപ്പ് കൊടുത്തിട്ടില്ല. കപ്പുള്ളത് നോക്കാമെന്ന് പറയുന്നുണ്ട്. ചേട്ടന് ഇതാണ് കൂടുതൽ ഇഷ്ടമായി. കാരണം ഇതുമ്മ അതേ അടപ്പുണ്ട്. പിന്നെ ഇങ്ങനെയും കുടിക്കാം കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് നമുക്ക് കുടിക്കാം. കുടിക്കില്ല, ഇങ്ങനെ ഒഴിച്ച് നമുക്ക് കുടിക്കാം. 1 ലിറ്റർ കാരണം 1.5 ലിറ്ററിൻ്റെ കേട്ടോ. ഇതും സെല്ലോയുടെ തന്നെ. ഇത് നല്ലതാണ്. ഇതിന്റെ ഹാൻഡിൽ വ്യത്യാസമുണ്ട്. ഇത് 1700, ഇതിന്റെ 1900. അപ്പം നമ്മളിത് ഇതാണ് എടുക്കാൻ പോകണം. ഇതിന്റെ കൂടെ ഇതിന്റെ കവറും ഉണ്ട്. അങ്ങനെ കവർ. ചേട്ടന്റെ ബോട്ടിൽ സെലക്ഷൻ കഴിഞ്ഞു. ഗ്രീൻ എടുത്തു ചേട്ടൻ. അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങി നമ്മളിത് ബിൽ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ തൽക്കാലം ഷോപ്പിംഗ് ഒക്കെ തീർത്തു. ഇന്ന് കിച്ചണിലേക്ക് ഐറ്റംസ് ഒന്നും വാങ്ങിക്കുന്നില്ല, സമയമില്ല. ഇത്തിരിയൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീടാവാന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി 2 മണിയായി. ഞങ്ങളിതെല്ലാം വാങ്ങിച്ച് എനിക്ക് ബ്ലൗസ് പീസിൻ്റെ തുണിയൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത്, പിന്നെ വേറെ യൂണിഫോം സാരിക്കുള്ള ബ്ലൗസ് പീസുകളും എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് തയ്ക്കാനൊക്കെ കൊടുത്ത് ഒക്കെ വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. അപ്പോൾ ബാക്കി ഷോപ്പിങ്ങൊക്കെ ഇനി പിന്നീടത്തേക്ക് ആക്കി. അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ ദേ പോന്ന് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണം കേട്ടോ. ഞങ്ങൾ സ്കൂൾ കണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ദേ എത്തണം. ഇന്ന് ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗി. നല്ല നീല കാർമേഘങ്ങൾ. മഴ പെയ്യോ അറിയില്ല. മഴ പെയ്യാനുള്ള ചെറിയ മഴക്കാറൊക്കെ കാണുന്നുണ്ട്. പക്ഷെ വെയിലിന് കുറവൊന്നുമില്ല കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. നല്ലപോലെ വിശക്കുന്നുണ്ട്. വേഗം ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഷോപ്പിംഗ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒക്കെ എവിടെയുണ്ട്. നിങ്ങളെല്ലാം കണ്ടത് തന്നെയാണ്. ഷോപ്പിൽ നിന്ന് ഞാൻ എടുത്തപ്പോൾ എല്ലാം കണ്ടതായിരിക്കും നിങ്ങൾ. ഈ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഷോപ്പിംഗ് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നേപ്പിക്കും. മീഷോയിൽ നിന്ന് ഞാൻ ഒരു ഐറ്റം ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല.
നമുക്ക് ഫ്രിഡ്ജിൽ ഒട്ടിക്കാനുള്ള ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിൻ്റെ പെന്നും ഒക്കെ ആയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറേ ദിവസമായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് നോട്ട്സ്, നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതിന് മുൻപ് വാങ്ങേണ്ട ഗ്രോസറി ഐറ്റംസ്, കിച്ചൺ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്യാം. പിന്നെ ഇത് ടു ഡു ലിസ്റ്റ്, നമുക്ക് ഇപ്പോൾ വൈകുന്നേരം എന്താ കുക്ക് ചെയ്യേണ്ടത്, നാളെ എന്താ കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനുണ്ട്, നമ്മൾ മറന്നു പോകുന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഇതും എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്കിത് അങ്ങനെ 2 ഇവിടെ അവർ തന്നിട്ടുണ്ട്. പെന്നും ഇറേസറും ഒക്കെ ആയിട്ടാണ്. ഇവിടെ ഇറേസറുണ്ട്, അതുപോലെ സ്കെച്ച് പെൻ റെഡും ഒരു ബ്ലൂവും തന്നിട്ടുണ്ട്. വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പ്രത്യേകിച്ച് ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് കൊടുത്താൽ മതി, അവിടെ ഒട്ടിയിരുന്നോളും. ലൈക്ക് അവിടെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് എടുക്കണമെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ മാഗ്നറ്റിക് ടൈപ്പാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് വാങ്ങിയതാണ് മീഷോയിൽ നിന്ന്. ഫ്രിഡ്ജിനും പ്രോബ്ലം ഇല്ല, നമുക്കും പ്രോബ്ലം ഇല്ല. പശ പോകുന്നോ, അതിൻ്റെ ഗമ്മൊക്കെ പോയി ഒട്ടില്ല, അല്ലെങ്കിൽ വിട്ടു പോകുമോ, അങ്ങനെയൊന്നും പേടിക്കണ്ട. വളരെ അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 138 ആണെന്ന് തോന്നുന്നു. 100 and something ആണ്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ആമസോണിലും ഉണ്ട് കേട്ടോ, ആമസോണിലും ഇത് അവൈലബിൾ ആണ്. ലിങ്ക് കിട്ടണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. നല്ല ഐറ്റമുള്ളത്, ഒരു നോട്ട്സും ഒരു ടു ഡു ലിസ്റ്റുമാണ്. ഞാൻ മറന്നു പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിച്ചണിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ സാധനം കഴിഞ്ഞു, ഈ ഐറ്റം കഴിഞ്ഞ് നമുക്ക് വാങ്ങണം എന്ന് അപ്പോൾ മനസ്സിൽ ഓർമ്മയുണ്ടാവും. പക്ഷേ പിന്നെ നമ്മൾ റൂമിൽ നിന്ന്, കിച്ചണിൽ നിന്ന് മാറി റൂമിലേക്ക് വരുമ്പോഴേക്കൊക്കെ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ നമ്മളോട് എഴുതിയിടണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ ഞാനിത് സ്പെഷ്യലി എടുത്ത് കാണിച്ചത്. ഇഷ്ടമായി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബാക്കി എല്ലാ ഐറ്റംസ്, ഇതൊക്കെ അഞ്ജുവിൻ്റെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതാണ്. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ട ഐറ്റംസ് ഒക്കെ തന്നെയാണ്. ഇത് അഞ്ജുവിൻ്റെ റീഫിലും അതുപോലെ പെൻസില് അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത് കേട്ടോ. ഇതുകൊണ്ട് ഇറേസർ, പേന, ആ ഐറ്റംസ് എല്ലാം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതെല്ലാം നിങ്ങൾ കണ്ടു കാണും. ഇതെന്താ വാട്ടർ ബോട്ടിൽ. ഞാനൊന്നും ഓപ്പൺ ആക്കണമെന്നില്ല, കാരണം കടയിൽ നിന്ന് നിങ്ങളിതെല്ലാം ഞാൻ കാണിച്ചായിരുന്നു, കണ്ടതാണല്ലോ. എനിക്കുള്ള വാട്ടർ ബോട്ടിൽ, അഞ്ജുവിനുള്ള വാട്ടർ ബോട്ടിൽ, ഇത് അഞ്ജുവിൻ്റെ ചേട്ടനുള്ള വാട്ടർ ബോട്ടിൽ, വാട്ടർ ബോട്ടിലുകളായി. ഇത് ഞാനിങ്ങനെ കുഴിയായിട്ടുള്ള അങ്ങനത്തെ ഒരു കയ്യിൽ കണ്ടപ്പോൾ, സ്പാച്ചുല കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 108 രൂപ. പക്ഷേ ഇത് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് 97 രൂപയ്ക്ക് തന്നു. സ്റ്റീലിൻ്റെയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങി. പിന്നെ വേറെ പ്രത്യേകിച്ചെന്ന് പറയാം, പിന്നെ അതായത് എനിക്ക് വാങ്ങിച്ച ബാഗ്, അഞ്ജുവിന് വാങ്ങിച്ച ബാഗ്. ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിംഗ് കാര്യങ്ങൾക്കും ട്രാവലിങ്ങിനും ഒക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് ഇതിങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിയത് കേട്ടോ. ഇത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റുമെന്ന് കേട്ടപ്പോൾ ഒന്നും കൂടെ ഇഷ്ടമായി. ഓൾറെഡി ആവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാഗാണ്. ഉള്ളിൽ ഇതാ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ ഇതാ ഇവിടെ ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. ഇങ്ങനെ ചെയിൻ ഇവിടെ സിബ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായാലും നമുക്ക് ഓപ്പൺ ആയി കിടക്കില്ല, സൈഡിലായാലും നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വലുതാക്കിയും ചെറുതാക്കിയും ചെയ്യുന്ന കാര്യം കാണിച്ചപ്പോൾ ഞാൻ ഓർത്തത് പോക്കറ്റുകളാണ്. അത് പോക്കറ്റുകളല്ല, നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും വേണ്ടിയുള്ളത്. ആ ബാഗിന് കുറേ ഇങ്ങനെ വലുതാക്കാം നമുക്ക്. ഇങ്ങനെ ഒത്തിരി ഐറ്റംസ്, ഇപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് കൊണ്ടുവന്ന് നല്ല ബാഗ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ ബാഗിൻ്റെ റേറ്റ് വരുന്നത് 665 രൂപ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത ഷോപ്പിംഗ്. മെയിൻലി പോയത് അഞ്ജുവിന് വേണ്ടിയായിരുന്നു, പക്ഷേ കൂട്ടത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ച് തിരിച്ചൊക്കെ ഐറ്റംസ് ആയിട്ട്. പിന്നെ ബ്ലൗസ് പീസൊക്കെ ഞാൻ എടുത്ത് തയ്ക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.